എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ലാസ്റ്റ് ഓണം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ദുബായിൽ ഞങ്ങൾ ഇതുവരെ ഓണം കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് ക്രിസ്മസ് വരെ അഗെയിൻ ഓണം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ ഓണമുണ്ട്. ഫാമിലി ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ ഗാർഡിയൻസ് ആണ് ആക്ച്വലി. പപ്പയും അമ്മയും അനു 3 പേരാണുള്ളത്. അപ്പോൾ അവർ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു. അപ്പം പിന്നെ എനിക്കിന്ന് ചെറിയ ചെറിയ മൂഡ് സ്വിങ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞാൻ എൻ്റെ സാരി ആണെങ്കിൽ ലോണ്ട്രിയിൽ കൊടുത്തേക്കുമായിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇനി അവിടെ ചെന്നിട്ട് അനുവിൻ്റെ ഏതെങ്കിലും ഡ്രസ്സ് വേണം ട്രൈ ചെയ്യാനായിട്ട്. അനുവിൻ്റെ സാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ധാവണിയോ ഹാഫ് സാരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ദുബായിൽ അതായത് അബ്രോഡുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ഓണാഘോഷങ്ങൾ നടത്തും നമ്മുടെ നാട്ടിലേക്കാട്ടും. നമുക്ക് നാട്ടിലെന്ന് വെച്ചാൽ തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓണ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, നമ്മളങ്ങനെ പിന്നെയും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തില്ലല്ലോ. പക്ഷെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് വരെ ഏകദേശം ഇനി ഓണം സെലിബ്രേഷൻ ഉണ്ടാവും. ഇനി ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെതായ സെലിബ്രേഷൻ, അത് കഴിയുമ്പോൾ ന്യൂ ഇയറിൻ്റെ ഭയങ്കര ആഘോഷങ്ങളാണ് ഇവിടെ ഉള്ളവർക്ക്. അതിപ്പം ഓണം എന്നല്ല, ഏതൊരു ഫെസ്റ്റിവൽ വന്നു കഴിഞ്ഞാലും ഭയങ്കര നല്ല രീതിയിൽ അവർ മീൻസ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, അപ്പം നമുക്കിപ്പം കിട്ടുന്ന കണ്ടന്റ് മിസ് ചെയ്യണ്ട എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. എനിവേ നമുക്കപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്തൊക്കെ പ്രോഗ്രാമാണ്, എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഗെയിമുകളൊക്കെ വെക്കണം എന്ന് പറയുന്നു. പക്ഷെ വരുന്ന ആൾക്കാരുടെ ടൈം അനുസരിച്ചിരിക്കും ഗെയിം കാര്യം. ഞങ്ങൾ തന്നെ ഞങ്ങൾ വൈകി ഞങ്ങൾ പറഞ്ഞ സമയത്തല്ല എത്തുന്നത്. നമ്മളോടൊക്കെ ഒരു 6 മണി, ഞങ്ങളോട് സത്യം പറഞ്ഞാൽ ടൈം അങ്ങനെ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അത് ഞങ്ങളുടെ വീട് കൂടി ആയതുകൊണ്ട് ഞങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പം വൈകി. കിട്ടുവാനാണെങ്കിൽ ഡ്രസ്സ് കിട്ടിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ല ലോണ്ട്രി കൊടുത്തേക്കുമായിരുന്നു. അപ്പം എനിക്ക് സാരി കിട്ടിയില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അനുവിൻ്റെ സാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കണം. ഞാനും അനു എന്നൊക്കെ പറയുമ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള അലമാരയാണ് അവിടെ ഉള്ളത്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അനു ഒരുക്കിയ പൂക്കളാണിത്. പിന്നെ അനു ഒരു വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ സൂം ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങളത് വായിക്കാം എന്താണെന്ന്. ഞങ്ങൾ 11 പേരുണ്ടായിരുന്നു. ഒരാളൂടി വരാനുണ്ട്, അതാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പെട്ടെന്നുള്ളൊരു ഓണ പ്രോഗ്രാമായിരുന്നു. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതേപോലെ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പപ്പയും അനു കിട്ടുവും അമ്മയും കൂടെ, ഞങ്ങൾ 5 പേരോടി. പിന്നെ കുഞ്ഞാണെങ്കിൽ റിയോ ബേബി ആണെങ്കിൽ ഇപ്പോൾ ആരുടെ കയ്യിലും പോകുന്നില്ല. ഇപ്പോൾ അവന് എത്ര മാസമായി? 8 മാസം എന്തോ ആയി, 8-9 മാസമായി. ഇതുവരെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചാടി വരുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വളരുന്നതുകൊണ്ട് അവന് അമ്മേനെയും ഡാഡീനെയും ഒക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവനെ ഞങ്ങൾ താഴെ വിട്ട് അവന് ഇഷ്ടമുള്ള പോലെ അവൻ നടന്നോട്ടെ എന്ന് വിചാരിച്ചു. അവന് കയ്യിൽ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ചിത്താന്തം കൂടുന്നത്. ചിത്താന്തം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, വാശി കൂടുന്നത്. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആൾ ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നരേഷ് ബ്രോ എത്തിയിട്ടുണ്ട്. നരേഷ് ബ്രോ ആണെങ്കിൽ താഴേന്നേ ഓണാശംസകൾ പറയാൻ വേണ്ടി ഓർത്തോർത്ത് വെച്ചുകൊണ്ട് വന്നേക്കുമായിരുന്നു. നരേഷ് ബ്രോയോട് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ വിചാരിച്ചു ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗെയിം എന്ന് വെച്ചാൽ ആകെ 2 ഗെയിം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 3 ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ 2 ഗെയിം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള സ്പേസ് ഒരുക്കുകയാണ് അവിടെ ടീപ്പോക്കെ മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചു. അവിടെ സ്പേസ് ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം ഞങ്ങൾ ഗെയിം എന്ന് പറയുന്നത് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറയില്ലേ കുളങ്കര എന്ന് പറയത്തില്ലേ, ആ ഒരു ഗെയിമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇൻ ആൻഡ് ഔട്ട്. ഇന്ന് പറയുമ്പം ഔട്ടിലോട്ട് ചാടുകയാണെങ്കിൽ അവർ ഔട്ടായി പോവും, ഔട്ട് എന്ന് പറയുമ്പോൾ ഇന്നിലോട്ട് ചാടുകയാണെങ്കിൽ അവർ ഔട്ടായി പോവും. അങ്ങനെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ടുണ്ടോ? അനു ആണെങ്കിൽ ഗെയിമിനെല്ലാം ഉള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കുള്ള സ്പേസിൽ വെച്ചിട്ട് കളിക്കാൻ പാകത്തിന്.
രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. രണ്ടായിട്ട് തിരിച്ച് ഒരു സൈഡിൽ അതായത് നമ്മൾ അമ്മയാണ് ഇൻ ആൻഡ് ഔട്ട് പറയുന്നത്. അമ്മ നോക്കാതെ തിരിഞ്ഞിരുന്നാണ് അമ്മ ഇൻ ആൻഡ് ഔട്ട് പറയുന്നത്. അപ്പം ഇന്നെന്ന് പറയുമ്പോൾ ഔട്ടിലോട്ട് ചാടുക, ഔട്ട് എന്ന് പറയുമ്പോൾ ഇന്നിലോട്ട് ചാടുക. അല്ല, ഇന്നെന്ന് പറയുമ്പോൾ ഇന്നിൽ തന്നെ നിൽക്കുക, ഔട്ട് എന്ന് പറയുമ്പോൾ ഔട്ടിലോട്ട് ചാടുക. അങ്ങനെയാണ് ഗെയിം. അങ്ങനെ ഗെയിമിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഒരുക്കുകയാണ്. ഓരോരുത്തരെ പിടിച്ച് ഓരോ സ്ഥാനത്ത് നിർത്തുകയാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം കളിക്കുന്നില്ല, ഞാൻ അടുത്ത പ്രാവശ്യം കളിക്കാമെന്ന് പറഞ്ഞു. അടുത്ത ഗെയിമിന് കളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും അവർക്ക് കൺഫ്യൂഷനാണ് ഏതാണ് ഇന്ന് ഏതാണ് ഔട്ടെന്ന്. അതിൻ്റെ ഇടയ്ക്ക് റിയോ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം നരേഷ് ബ്രോയും സുധാജിയും ഗെയിമിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു അവനെ കൂട്ടാത്തതിൻ്റെ. അമ്മ ഒരു ട്രയൽ നോക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ് ഇന്ന് ഔട്ടെന്ന്. പാവം പപ്പ കിട്ടു മുണ്ട് വെച്ച് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനറിയത്തില്ല എങ്ങനെ മുണ്ട് മടക്കി കുത്തുകയെന്ന്. അതുകൊണ്ട് പാവം പപ്പ വന്ന് മുണ്ടെല്ലാം മടക്കി കുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവന് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പപ്പ അവന് മുണ്ടൊക്കെ മടക്കി കുത്തി കൊടുത്ത് പപ്പ പോയിരുന്ന് എഗെയിൻ ഞങ്ങൾ വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗെയിമിലെ ആദ്യത്തെ 2 പേര് ഔട്ടായി. ലിജിയും ശ്രീനും ഔട്ടായി. അങ്ങനെ 3ാമത്തെ ആളും ഔട്ടായി. നരേഷ് ബ്രോയും ഔട്ടായി. ഇനിയിപ്പം കിട്ടുവും സുധാജിയും മാത്രമേ ഉള്ളൂ. അവരുടെ വീറും വശിയുമേറിയ മത്സരങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് സ്പീഡിൽ പറയുന്നുണ്ട്, ഇന്നാണോ ഔട്ടാണോ ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല, അങ്ങനെയേ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഗെയിം കഴിഞ്ഞപ്പോൾ സുധാജി വിജയിച്ചു. പാവം കിട്ടു തോറ്റുപോയി. സാരില്ല, അടുത്ത മത്സരത്തിന് കാണാം. പിന്നെ ഞങ്ങൾ കസേര കളി വെച്ചു. കസേര അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു കസേര കളി വെക്കാമെന്ന് വിചാരിച്ചു. അതായത് റൗണ്ട് ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നീളത്തിൽ ഇട്ടേക്കുന്നത്. അമ്മ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ഹാപ്പി ഓണൊക്കെ പറഞ്ഞിട്ട് പോയി. കസേരകളി കൺട്രോൾ ചെയ്യുന്നത് ലിജിയായിരുന്നു. ലിജിക്ക് വയ്യാത്തതുകൊണ്ട് ലിജി കസേര കളിക്കില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ടി വിയിൽ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ കസേര കളി കഴിഞ്ഞപ്പോൾ അമ്മ ജയിച്ചു. അപ്പം അമ്മയ്ക്കാണെങ്കിൽ തല ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്കിളും പപ്പയൊന്നും ആദ്യത്തെ റൗണ്ടിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവരെയും കൂടെ കൂട്ടി. പിന്നെ ആൾ തികയാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളും കയറി. അങ്ങനെ 2ാമത്തെ റൗണ്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ലിസിയാൻഡി ജയിച്ചു. പിന്നെ ഫൈനൽ റൗണ്ട് അമ്മയും ലിസിയാൻഡി ആയിട്ടായിരുന്നു ഫൈനൽ റൗണ്ട്. ലിസിയാൻഡി ഒരു രക്ഷയില്ല, ഒരേ പൊളിയായിരുന്നു, ഒരേ വൈബിലായിരുന്നു. അങ്ങനെ കസേര കളിയിൽ ലിസിയാൻഡി കപ്പും കൊണ്ടുപോയി. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഗിഫ്റ്റ്, അതായത്
വിന്നേഴ്സിന് ഗിഫ്റ്റ് കൈമാറാനുള്ള സമയമായിരുന്നു. ഡയറി മിൽക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് വന്ന ലിസി ആൻറ്റിക്ക് നരേഷ് ബ്രോ ആയിരുന്നു ഗിഫ്റ്റ് കൊടുത്തത്. അങ്ങനെ അവിടെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മ പറയുന്നു അമ്മയ്ക്കും ഗിഫ്റ്റ് വേണമെന്ന്, അതായത് 2ാം സ്ഥാനത്തുള്ളവർക്കും ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ചോക്ലേറ്റ് ഞാൻ എടുത്ത് കൊടുത്തു. അതൊന്നും അമ്മയ്ക്ക് പോരാ, അമ്മയ്ക്ക് ആ ഡയറി മിൽക്ക് തന്നെ വേണമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡയറി മിൽക്ക് ഞങ്ങൾ അഗെയിൻ നരേഷ് ബ്രോൻ്റെ കൈ കൊടുത്തിട്ട് 2ാം സ്ഥാനത്തുള്ള അമ്മയ്ക്ക്, സൂസി അമ്മയ്ക്ക് നരേഷ് ബ്രോ അഗെയിൻ ഗിഫ്റ്റ് കൈമാറി. പിന്നെ നമ്മൾ ആദ്യം ഒരു ഗെയിം നടത്തിയിട്ടുണ്ടായിരുന്നു, ഇൻ ആൻഡ് ഔട്ട്. അപ്പോൾ അതിനകത്ത് വിൻ ചെയ്തത് സുധാജി ആയിരുന്നു. അപ്പോൾ സുധാജിക്ക് ലിജി ഡയറി മിൽക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ സദ്യേൻ്റെ ടൈമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള ചെയർസ് എല്ലാം നീക്കി. പിന്നെ അവിടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇലയെല്ലാം ഇട്ടു. ഇല ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 3 പേർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഇരുന്നു. ഇത് ഞങ്ങളൊരു കാലിക്കറ്റ്, എനിക്കറിയത്തില്ല റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താന്ന്, പക്ഷേ സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ വിഭവങ്ങളും ഞങ്ങൾ വിളമ്പുവാണ്. ഇപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര റഷാവില്ല അവിടെ, അതുകൊണ്ട് വിളമ്പാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ ഇല ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ വിഭവങ്ങളും വിളമ്പി കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന്. വേണമെങ്കിൽ ആ തൂശനിലയിൽ ഇവിടെ ഏതായാലും ഓണം കഴിഞ്ഞു. ഓ ആ ഗീ അലർജി വീഡിയോ എന്റെ പൂക്കളം ഫോട്ടോ വീഡിയോ എല്ലാം വരുന്നുണ്ട്, അതുകൊണ്ട് വരെ റിപ്പീറ്റ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. പിന്നെ 3 പേര്, അമ്മയും മന്നും നരേഷ് ബ്രോയും ഇരുന്നിട്ടില്ലായിരുന്നു. അപ്പം അവർ ഇരുന്ന് ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു, പിന്നെ എല്ലാ തരം കറികളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഞങ്ങൾ ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയുക ഇന്നത് കിട്ടിയിട്ടില്ല, അത് കിട്ടില്ല, ഇത് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ക്ഷീണത്തിൽ എല്ലാവരും തന്നെ റെസ്റ്റ് എടുക്കുകയാണ്, ആർക്കും അനങ്ങാൻ വയ്യ. അവിടെ പിന്നെ റിയോനെ എങ്ങനെ കരയിപ്പിക്കാമെന്നാണ് കിട്ടു നോക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകാൻ നോക്കുക. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹാപ്പി ഓണോ ആർപ്പോ ഇറോ ഒക്കെ പറഞ്ഞ് എല്ലാവരും ഇറങ്ങി. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്, എല്ലാവർക്കും നാളെ ഡ്യൂട്ടിക്കും പോകാനുണ്ട്. അപ്പം ലിജിയും ലിസാൻറ്റിയും അങ്കിളും ശ്രീനും ഫസ്റ്റ് പോയി. അവരിറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ നരേഷ് ബ്രോയും സുധാജിയും വാവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ അമ്മേനോടും പപ്പേനോടും അനുവിനോടും എല്ലാം ബൈ ഒക്കെ പറഞ്ഞ് അവരും പോയി. റിയോ ബേബീൻ്റെ ഉറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അതിൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവൻ. പിന്നെ ഞങ്ങൾ പിന്നെ എപ്പോഴും ലാസ്റ്റ് വണ്ടിയാണല്ലോ, എവിടെ പോയാലും ലാസ്റ്റായിരിക്കും ഞങ്ങൾ പോകത്തുണ്ടാവുള്ളൂ. അതെനിക്കൊന്നും എപ്പോഴും അങ്ങനെയാണെന്നു. ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നേരം എഗെയിൻ ഞങ്ങളവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്.
അതെന്താണെന്ന് അറിയത്തില്ല. ഇനി എപ്പോഴെങ്കിലും ആദ്യം പോകുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഈ വർഷത്തെ ഓണം ഇത്രയൊക്കെ ഉള്ളൂ. ഈ വർഷത്തേന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഓണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 2024 ലാസ്റ്റ് ഓണം. അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡ്രസ്സ്. അടിപൊളി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പഴയ കോലത്തിലോട്ടൊന്ന് ഇങ്ങനെയായിരുന്നു ഞാൻ ഓണത്തിന് വേണ്ടി വന്നത്. ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ എന്ത് പറയാനാ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ ഞാൻ അനുവിനോട് ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി നോക്കുക. ഓൾറെഡി പപ്പ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്. അങ്ങനെ ഞാൻ അമ്മേനോടും അനുവിനോടൊക്കെ ബൈ പറഞ്ഞ് ഞാനും കിട്ടും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതമ്മ കണ്ടിട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രസ്സ്? സ്മെല്ലാണോ അമ്മ പറഞ്ഞത്? കുർത്തിന്റെ കാര്യമാണോ? തല്ല കൂടുന്ന 2 പേര്. എന്തമ്മ അത് ജിയാ? എന്താ പറ്റി? ചേട്ടനും അനിയത്തിയും തല്ല് കൊടുന്നു. വീണ്ടും തോണ്ടാൻ പോകുന്നു. തോണ്ടിക്കൊണ്ട് ഒരു കാര്യം ദേഷ്യപ്പെടമ്മ. 2നെയും വീട്ടിലടച്ചിട്. അപ്പോൾ ശരി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.